ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോൾ നമ്മളുടെ കിഫ്ബി അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കുറച്ചധികം പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇത് പ്യുവർലി കോൺട്രാക്ട് ആണ്, പക്ഷെ എന്നിരുന്നാലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനീസ് എന്നാണ് പോസ്റ്റിന്റെ പേര്. അപ്പൊ എന്താണ് ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് എത്രയാണെന്നൊക്കെ നമുക്ക് അവിടെ നോക്കാം. അപ്പൊ ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനി ഇലക്ട്രിക്കൽ അവിടെ 3 വേക്കൻസി ആണുള്ളത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് PG ഈസ് ഡിസൈറബിൾ ആണ്, കമ്പൽസറി അല്ല. മിനിമം CGPA ഓഫ് 7.5 അല്ലെങ്കിൽ 75% ആണെങ്കിൽ 75%. CGPA എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 7.5 അല്ലെങ്കിൽ × 10 ആണെങ്കിൽ 75% ആവുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ചിട്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇക്വലൻ ടു 75% എന്ന രീതിയിലാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി ബാക്ക്ലോഗ്സ്, അത് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനിങ് കിഫ്ബി. അപ്പൊ ഇതെന്താ ഓൺലൈൻ മോഡാണ്. cmd.kerala.gov.in കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് നവംബർ മാസം 12-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 5 മണിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. കൺസോളിഡേറ്റഡ് മന്ത്ലി സാലറി ഫോർ ഓൾ ദ അബവ് പൊസിഷൻ ഈസ് 25,000. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 25 ഇയേഴ്സ് ആണ് അവിടെ അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതേപോലെ അഡീഷണൽ വെയിറ്റേജ് വിൽ ബി ഗിവൺ ടു ദോസ് കാൻഡിഡേറ്റ്സ് ഹു സക്സസ്ഫുള്ളി പ്രസന്റഡ് പേപ്പേഴ്സ് ഇൻ നാഷണൽ ഓർ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓർ സെമിനാർസ്. അതായത് IEEE ഒക്കെ ഇതിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് വെയിറ്റേജ് ഉണ്ട്, ഇപ്പം MTechന്റെ ഭാഗമായിട്ടോ. ഓക്കെ, അതേപോലെ ഓൺലൈൻ മോഡ് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള എന്താ വെച്ചാൽ ആ ഒരു ഫോട്ടോസിന്റെ ഒക്കെ സൈസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫോട്ടോഗ്രാഫ് പിന്നെ സിഗ്നേച്ചറിന്റെ സൈസ് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. Okay. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സാം ഇല്ലാതെ ജസ്റ്റ് ഇന്റർവ്യൂവിന് ബേസ് ആയിട്ടായിരിക്കും സെലക്ഷൻ ഉണ്ടാവുക. ഓക്കെ, ഞാൻ ഈ നോട്ടിഫിക്കേഷന്റെ PDF താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അപ്പൊ താല്പര്യമുള്ളവര് ഈ ഒരു CMDയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. 3 വേക്കൻസി ആണ് ഉള്ളത്. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.